ഹലോ ഫ്രണ്ട്സ്, ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ അവരിൽ പല വിധത്തിലുള്ള ശാരീരിക മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത്തരത്തിലൊരു മാറ്റമാണ് അടിവയറ്റിൽ കാണപ്പെടുന്ന ഇരുണ്ട നിറത്തിലുള്ള വര. ഇതിനെ ലിനിയ നൈഗ്ര അഥവാ ഗർഭധാരണ രേഖ എന്നാണ് വിളിക്കുന്നത്. ലിനിയ നൈഗ്ര എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നോക്കാം. ഗർഭകാലത്ത് മാത്രം 70% സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു പ്രധാന മാറ്റമാണ് ഈ ഗർഭധാരണ രേഖ അഥവാ ലിനിയ നൈഗ്ര. ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്നു. ഇതിൽ മെലാനിൻ എന്ന ഹോർമോണിന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലമാണ് ഈ ഡാർക്ക് ലൈൻ രൂപപ്പെടുന്നത്. ഈ ഡാർക്ക് ലൈൻ നമ്മുടെ ഉദരത്തിലുള്ള കുഞ്ഞ് ഏതെന്നറിയാൻ സഹായിക്കുമോ എന്നതാണ് പലർക്കും അറിയേണ്ട ഒരു ചോദ്യം. പലരുടെയും അഭിപ്രായത്തിൽ ഈ ഡാർക്ക് ലൈൻ നമ്മുടെ മാറിടത്തിന്റെ അടിയിൽ നിന്നും വജൈന വരെ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ പെൺകുട്ടിയെന്നും, ഈ ലൈൻ സ്ട്രെയിറ്റ് അല്ലാതെ കുറച്ച് ചെരിഞ്ഞാണ് കാണപ്പെടുന്നതെങ്കിൽ അത് ആൺകുട്ടിയെന്നുമാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ഒരു ലൈൻ വെച്ച് കുഞ്ഞിന്റെ ജെൻഡർ പ്രഡിക്ഷൻ സയന്റിഫിക്കലി ആരും തന്നെ പ്രൂവ് ചെയ്യാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ കൊണ്ട് കുഞ്ഞിന്റെ ലിംഗനിർണയം ഉറപ്പാക്കുക എന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. ഈ ലിനിയ നൈഗ്ര പ്രസവശേഷം സാവധാനം മാഞ്ഞു പോകുന്ന ഒന്നാണ്, എന്നാൽ പൂർണ്ണമായും മാഞ്ഞു പോവാൻ സാധിക്കുന്നതല്ല. ഓർക്കുക, ഒരമ്മയാവുക എന്നുള്ളത് ഏതൊരു സ്ത്രീക്കും അവരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.